ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. സ്വർഗത്തിൻ്റെ വലിയ കരുണയാണ് പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ് നമ്മളിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കും പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗത്തിലായിരിക്കാനുള്ള വലിയ കൃപയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അമ്മ കുരിശിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയും വചനത്തെ മാംസം ധരിച്ച് ഈശോയെ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നതിനെല്ലാം നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മേ, ഈ ലോകയാത്രയിൽ സ്വർഗത്തിൻ്റെ വലിയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് വേണ്ടി ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കുടുംബജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്ന മക്കളെ നമ്മൾ ഇന്നേ ദിവസം ഓർക്കുകയാണ്. എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകം ഓർക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, കുറ്റപ്പെടുത്തലുകൾ, വിമർശനങ്ങൾ, തെറ്റിദ്ധാരണകൾ, അനാവശ്യമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിലോട് കടന്നു വരുമ്പോൾ നിശബ്ദതയോടെ അതിനോടെല്ലാം സഹകരിച്ച് സ്വർഗത്തിൻ്റെ വലിയ കരുണ സ്വന്തമാക്കാൻ നമുക്കെല്ലാം സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി ഇന്ന് സ്കോട്ട്ലൻഡിൽ വെച്ച് 84 ടീനേജേഴ്സിൻ്റെ ധ്യാനം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. ഈശോയെ, ഞങ്ങളെല്ലാം നിന്റെ സ്വന്തമാകാൻ അമ്മയോടൊപ്പം സ്വർഗരാജ്യത്തിൽ ദൈവത്തെ ആരാധിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയും സമൂഹത്തെയും നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തെയും ഒക്കെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ.